അതിൻ്റെ അകത്ത് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട്, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇപ്പം യാക്കോബിന് ദൈവം കൊടുത്തത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നമ്മുടെ ശരീരം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അത് നിലനിർത്തുകയും വളരുകയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യാനുള്ള കുറേ സംവിധാനങ്ങൾ വേണം. ഇത് വേണം, ആഹാരം വേണം, അല്ലേ? ആൾക്കാർ ക്ഷീണിക്കണം കണ്ടു കഴിഞ്ഞാൽ നീ എന്നാ ഒന്നും കഴിക്കണില്ല എന്ന് ചോദിക്കും, അല്ലേ? അപ്പം ആഹാരം വേണം. പിന്നെന്ത് വേണം? വസ്ത്രം വേണം. കാര്യം പട്ടികൾക്ക് വരെ മനുഷ്യൻ വസ്ത്രം ഇപ്പോൾ തയ്പ്പിച്ച് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ചില യൂട്യൂബൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ അവരുടെ വളർത്തു പട്ടികൾക്ക് വസ്ത്രം തയ്പ്പിച്ചിട്ട് കൊടുക്കും, പൂച്ചകൾക്കൊക്കെ. അപ്പോൾ ഒരു മാന്യതയുടെ പരിവേഷം മൃഗങ്ങൾക്ക് പോലും, അവരുടെ പെറ്റായിട്ടുള്ള മൃഗങ്ങൾക്ക് പോലും ചാർത്തി കൊടുക്കാൻ മനുഷ്യന് ഒരു അഭിവാഞ്ചയുണ്ട്. അപ്പം മാന്യതയുടെ ഒരു പ്രതീകമാണ് വസ്ത്രങ്ങൾ. അത് മനുഷ്യന് അത് അടിസ്ഥാന ആവശ്യമാണ്. പിന്നെ എന്താ? വീട് വേണം, സുരക്ഷിതമായി ജീവിക്കാൻ അടച്ചുറപ്പുള്ള വീട് വേണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അത് ബിസിനസ്സായാലും മറ്റു തരത്തിലുള്ള സർവീസ് സെക്ടറായാലും ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവലംബിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് അതിനു വേണ്ടിയാണ്. വിദ്യാഭ്യാസം അതോടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് പഠിക്കണത്? ജോലി കിട്ടാൻ. ജോലി കിട്ടണത് എന്തിനാ? മാന്യമായിട്ട് ഇവിടെ ജീവിക്കാൻ, അല്ലെങ്കിൽ എല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മൂന്നായിട്ട് തിരിക്കണം ബൈബിള്. നിങ്ങൾ ഇന്ന് ഉടമ്പടിയിൽ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ബൈബിള് മൂന്നായിട്ട് തിരിക്കും. അടിസ്ഥാന സൗകര്യങ്ങളും ആത്മീയ ആവശ്യങ്ങളും. ആത്മീയ ആവശ്യമെന്ന് പറയുന്നത് നിത്യത വരെ ദൈവ പൈതലായത് കാരണം നിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അംശമായി നിന്നിൽ കുടികൊള്ളുന്ന കാരണം ദൈവത്തിൻ്റെ മഹത്വത്തെ ആഗിരണം ചെയ്തുകൊണ്ട് ഉപരിമഹത്വം പ്രാപിച്ച് ദൈവത്തെ അറിഞ്ഞ് സന്തോഷിക്കാനുള്ള നിത്യതയുടെ നിൻ്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉടമ്പടി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ഉടമ്പടിയുടെ അവസാന വാക്കായി മാറുന്നതിൻ്റെ കാരണം. പരിശുദ്ധ കുർബാനയും ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. കാര്യം ഉടമ്പടിയിൽ മാത്രമേ ദൈവവും നമ്മളും തമ്മിൽ പേഴ്സൺ ടു പേഴ്സൺ ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലേക്ക്, ഒരു റിലേഷനിലേക്ക്, അത് ശാശ്വതമായ ഒരു ബന്ധത്തിലേക്ക് വരത്തുള്ളൂ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന ദൈവികമായ സുവിശേഷ വെളിപാട് പദ്ധതിയിലൂടെ ഞാനും നീയും തമ്മിൽ അടുത്തു വരികയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഈ മഹാസംഭവത്തിന്റെ ഭാഗമാകാൻ എന്നെ വിളിച്ചതിന് അതിന്റെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയ മരിയൻ ഉടമ്പടിയെ ഓർത്തും അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. വലിയ പ്രാർത്ഥന നൽകിയ ദൈവപിതാവിന്റെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 28-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിച്ചു തുടങ്ങുന്നത്. വായിച്ചോളൂ. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു. ഉടമ്പടി ചെയ്തു. കേക്കട്ടെ. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു ഉടമ്പടി ചെയ്തു.
ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ പറഞ്ഞ് ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും അപ്പോൾ ഉടമ്പടിയുടെ ഒരു അടിസ്ഥാനപരമായ ആത്യന്തികമായ ലക്ഷ്യം എന്താ? മനുഷ്യൻ്റെ ആദ്യകാലം മുതലുള്ള അഭിവാഞ്ചിയാണിത്. എന്താണ്? നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. എനിക്ക് കടമാകാം, ചിലപ്പോൾ എനിക്ക് രോഗമാകാം. നമുക്ക് ഈ ലോകത്ത് സന്തോഷമുള്ളതുപോലെ തന്നെ സങ്കടങ്ങളുടെ സാഹചര്യങ്ങളും ഉണ്ടാവും. ഈ സങ്കടങ്ങളുടെ സാഹചര്യങ്ങളാണ് പലപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ ഏറ്റവും ടാൻസിബിളായിട്ടുള്ള സ്പർശ്യമായിട്ടുള്ള മുഹൂർത്തങ്ങളെന്ന് പറയണത്. അത് നമുക്ക് വളരെ ഹൃദ്യമായി ഉറപ്പാക്കി തരുന്ന ഒരു ബൈലാറ്ററൽ ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഉടമ്പടി. ഇപ്പോൾ ഉടമ്പടിയുടെ നിങ്ങൾ IELTS പാസ്സാക്കുക, അത് പിന്നെ വസ്തു വിൽക്കുക, കടം മാറുക, അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം നടക്കും, ഒരു സംശയമില്ല. സാക്ഷ്യങ്ങൾ കണ്ടറിയാൻ പറ്റുമല്ലോ അതിൻ്റെ അപ്പുറത്ത് നടക്കുമെന്ന്. അതിനേക്കാൾ 1000 മടങ്ങായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് നടക്കും. പക്ഷേ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഭൗതികമായ ആനുകൂല്യങ്ങളുടെ എല്ലാം അന്തർധാരയായിട്ട് പോകുന്നത് ദ അൾട്ടിമേറ്റ് പ്രോമിസ്, ദൈവത്തിൻ്റെ ആത്യന്തികമായ വാഗ്ദാനം, ദ പ്രസൻസ് ഓഫ് ഗാഡ്. യാക്കോബ് 28:20-21 വായിച്ചോളൂ. ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും പറഞ്ഞ ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. അപ്പോൾ ഉടമ്പടിയുടെ കണ്ടില്ലേ, ഉടമ്പടി കണ്ടന്റ് കണ്ടില്ലേ? നമ്മൾ ഇന്ന് ഈ ആൾക്കാരെല്ലാം ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം. എൻ്റെ യാത്ര എവിടെ അവസാനിക്കുന്നു? നിത്യത്തിലാണ് അവസാനിക്കുന്നത്, ഉറപ്പല്ലേ? അല്ലേ? യാത്ര എവിടെ അവസാനിക്കണം? നമ്മുടെ വിശ്വാസ യാത്ര എവിടെ അവസാനിക്കും? നിത്യത്തിൽ അവസാനിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് പറയണത്, ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാകണം, നിത്യത വരെ എൻ്റെ കൂടെ ഉണ്ടാകണം. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതായത് ഉടമ്പടിയാണ് ദൈവസാന്നിധ്യം ഏറ്റവും കൂടുതൽ നമുക്ക് ദൃശ്യവൽക്കരിക്കുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വരെ അനുഭവവേദ്യമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമീഷ എന്നും പറഞ്ഞൊരു പെൺകുട്ടി ഒരു സാക്ഷ്യം പറഞ്ഞു. അതുപോലെ അലീഷ എന്നും പറഞ്ഞ് വേറെ രണ്ടും പേരൊക്കെ സെയിമാണ്, വ്യത്യാസം. ആ അമീഷ പറഞ്ഞ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൊബൈൽ കാണാതെ പോയി അല്ലേ. അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ അവർ ബംഗാളികളുടെ കോളനിയിലേക്ക് പോയെന്നാണ് പറയണത്. അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് അവരുടെ ആ സാഹചര്യത്തിൻ്റെ സിറ്റുവേഷൻ തെളിവ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു. ആ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കെന്താ മനസ്സിലായെന്നറിയാവോ? എന്നിട്ട് അവർ പറയുന്ന 400 പേരുണ്ടല്ലോ ഇവിടെ, ആ കോളനിയിൽ 400 പേരുണ്ട്, അതിൽ ആരാണ് എടുത്തതെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് ഒരു തിരിച്ചറിവ് പരേഡ് വെക്കാൻ നോക്കി. അതിൻ്റെ അകത്ത് ഒരു പരിചയമുള്ള ബംഗാളിയെ പിടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവരാണെന്ന് ചോദിച്ചുകൊണ്ട് ഓരോ ആൾക്കാരെ കൊണ്ടുവന്നു. അപ്പോൾ യഥാർത്ഥ വ്യക്തി വന്നപ്പോൾ വീണ്ടും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു.
അപ്പം നമുക്ക് കേൾക്കുമ്പോൾ സർക്കാസ്റ്റിക്കായിട്ട് തോന്നും, ഇത് സർക്കാസ്റ്റിക്കായിട്ട് തോന്നി, വ്യത്യസ്തമായ കാര്യം. നമ്മുടെ അനുഭവ തലത്തിൽ ഇതുവരെ കിട്ടാത്ത പല അനുഭവങ്ങളാണ് ആൾക്കാരുടെ. അവർ ഇതിന് ശരിക്കും ഉടമ്പടി എടുക്കുന്ന ചിലർ 10% ഇൻവെസ്റ്റ് ചെയ്യും അതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ അവർ ഇടം വലം നോക്കാത്ത രീതിയിൽ അതിൽ ഇടം വലം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ കേട്ട് ഇവർ പറഞ്ഞാൽ കേട്ട് അങ്ങനെയൊന്നും പോകാതെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർക്ക് ആന്തരികമായൊരു ബോധ്യം കിട്ടും. അതുകൊണ്ട് ആ ബോധ്യത്തിൽ അവർ ഉറച്ചു നിൽക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ചില ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ നാത്തൂൻ അത് പറഞ്ഞു, അല്ലെങ്കിൽ അയൽവാസി അത് പറഞ്ഞു, അല്ലെങ്കിൽ കൂട്ടുകാരത് പറഞ്ഞു, നിങ്ങൾ ഉടമ്പടിയിൽ ഡൗൺ ആവും. അതാണ് നിങ്ങൾക്ക് പറ്റുന്ന ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധം. അതാണ് അവർ ഇടം വരെ നോക്കും, എന്നിട്ട് മറ്റുള്ളവരുടെ വാക്കിന് ദൈവവാക്കിനേക്കാളും വില കൊടുക്കും. അത് ഒരു അപകടമാണ്, ഡേഞ്ചറസ് ആണത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, എത്ര കാലം കഴിഞ്ഞാലും ദൈവം പറഞ്ഞ വാക്കുകളോട് ദൈവം നീതി പുലർത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗലാത്യ ലേഖനം 3:15 വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. ഗലാത്യർ 3:15. സഹോദരരെ, പറഞ്ഞ സഹോദരങ്ങളെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ ആദ്യകാലത്തെ ദൈവത്തിൻ്റെ ആദ്യകാലം ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? യാക്കോബ് ശ്ലീഹ എന്താ പറഞ്ഞത്? യാക്കോബ് ശ്ലീഹ അല്ല, പഴയ നിയമത്തിലെ യാക്കോബ്, പിതാവായ യാക്കോബ്. അതായത് എനിക്ക് ഉണ്ണാനോ ഉടുക്കാനും എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനും ഇടയാക്കിയാൽ, എൻ്റെ യാത്രയെല്ലാം നീ എന്നെ കൂടെ നടന്ന് സംരക്ഷിച്ചാൽ നീ തന്നെയായിരിക്കും എൻ്റെ ദൈവം. അപ്പോൾ യാക്കോബിനോട് ആ ഉടമ്പടി ദൈവം സ്ഥിരീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 1000 വർഷം കഴിഞ്ഞാലും ഉടമ്പടിയുടെ ഭാഗമായിട്ട് അത് റദ്ദ് ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയില്ല. ആ ഉടമ്പടി അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ദൈവത്തിന് മാറ്റമില്ലാത്തതുപോലെ. നിയമാവർത്തനം 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പോഴേ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളോട് നിയമാവർത്തനം 7:9 എന്താ പറയണത്? വിശ്വസ്തനായിരിക്കും. അപ്പോൾ ദൈവവചനത്തോട് ദൈവം വിശ്വസ്തനായിരിക്കും. പിടിയിട്ടില്ലേ? ദൈവവചനത്തോട് ഉടമ്പടി എടുത്ത എല്ലാവരും അറിയണം ഇത്. ദൈവം തൻ്റെ വചനത്തോട് വിശ്വസ്തനായിരിക്കും. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത്? അതേ വിശ്വസ്തതയാണ് വേണ്ടത്. പക്ഷേ നമ്മൾക്ക് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഉടമ്പടി എടുത്ത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് വന്ന് ചെറിയ രോഗമോ അല്ലെങ്കിൽ മുമ്പത്തെ കാര്യങ്ങളോ വഷളായി പോവുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിശ്വസ്തത പോയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത ഭയവും, അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് പ്രാർത്ഥനയിൽ മാന്യവും, അതനുസരിച്ച് പരസ്നേഹ പ്രവൃത്തികളിലൊക്കെ ഈടറവൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ പതുക്കെ തെന്നി മാറും വിശ്വസ്തതയിൽ നിന്ന്. അപ്പം നമ്മൾ വിശ്വസ്തതയും തെന്നി മാറിയാലും ഓർക്കേണ്ട ഇതാണ് 1 തിമോത്തി 2:13. എന്താണ്? കർത്താവ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ് Take the word of God. Sudhigada hallelujah. Hallelujah.
യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്ന് പറഞ്ഞ് നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ട്, നല്ലൊരു സാക്ഷ്യമാണ്. ബേബി കുര്യൻ കാസർഗോഡ്. അപ്പം അദ്ദേഹം ഉടമ്പടി എടുത്തത്, അദ്ദേഹം വൈഫും കൂടി വന്ന ഉടമ്പടി എടുത്തത്. അപ്പോൾ അദ്ദേഹം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അതിന് അദ്ദേഹം കാരണങ്ങൾ പറയുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ ചിലപ്പോൾ കച്ചവടത്തിൽ കള്ളം പറയാതെ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. പാവപ്പെട്ട ശുദ്ധഗതിക്കെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഡൽഹിയിലെ സാധനം നാട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറയും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് എഡിറ്റർ ചോദിച്ച് അതൊക്കെ കട്ട് ചെയ്ത് കളയണ്ടേ? ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞതല്ലേ, കിടക്കട്ടെ, കാര്യം ആൾക്കാരറിയണ്ടേ, കാര്യം അദ്ദേഹം പറഞ്ഞ സംഭവമല്ലേ അത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ള കാരണം ഞാൻ ഉടമ്പടി ചെയ്യുന്നില്ല, അതുകൊണ്ട് വൈഫ് എടുക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ? അതിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് 10 കോടി 15 ലക്ഷം രൂപ കടമുണ്ട്. കടം മര്യാദക്ക് കച്ചവടം ചെയ്ത് അവിടെ നിലവണ്ണം വേര് പിടിച്ച വന്ന ആളാണ്. അവിടെ കാസർഗോഡ് ടൗണിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാർഡ്വെയർ സ്റ്റോർ ഉള്ളതാണ്. നിങ്ങൾ കാസർഗോഡുകാർ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ആളോ. അപ്പോൾ അതിന് സാക്ഷ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, ആ ഹാർഡ്വെയർ കട നടത്തുന്നതിൻ്റെ ആ ഒരു പ്രമിസിൽ ഒരു ഇരട്ട കൊലപാതകം നടന്ന്, അത് ഭയങ്കര കേരളത്തിലൊക്കെ ചർച്ച ചെയ്ത കൊലപാതകമാണ്. ഒരു ദിവസം 2 പേരെ കൊന്നു. അപ്പോൾ അതിപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വേറെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ അപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ രാജ്യം വിട്ടു പോകും. കാര്യം പിടിച്ചാൽ എല്ലാത്തിനും പിടിച്ചാൽ ജയിലിലിടില്ല. യഥാർത്ഥ പ്രതിയെ കിട്ടുന്നവരെ കാണുന്നവരെ പിടിച്ച് അവർ ജയിലിൽ നിറച്ചുകൊണ്ടിരിക്കും. എന്നിട്ടല്ലേ അവരെ തിരഞ്ഞെടുത്ത് തെളിവ് നോക്കി എടുക്കണത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അതിനോട് ഒരു ബന്ധമില്ല, പക്ഷെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ട്. അപ്പോൾ ഒരു മനുഷ്യന് തകർച്ച തന്നെ വരവ് കണ്ടില്ലേ? എനിക്ക് തോന്നുന്നത് എന്താ മക്കളെ, ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഒരു ഭയങ്കര സംഭവമാണ്. അതായത് യാക്കോബ് പറയുന്ന ആ വാക്കൊന്ന് വായിച്ചിടമനെ, 28:20 ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും, ഒന്ന് പറഞ്ഞ ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. അപ്പൊ യാത്രയിൽ കൂടെ ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ദ പ്രസൻസ് ഓഫ് ഗോഡ് പ്രൊട്ടക്ഷനാണ് നമുക്ക് നൽകണത്. ഉടമ്പടിയുടെ മഹാവാഗ്ദാനങ്ങളിൽ ഒന്നാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ എപ്പോഴും ചെയ്യണത് വീട്, ജോലി, വിവാഹം, PR, പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനങ്ങോട്ട് ന്യൂനീകരിച്ച് കളയും. അപ്പോൾ യഥാർത്ഥ മത്സ്യം ചാടിപ്പോവും. മനസ്സിലായില്ലേ? ചെറുമീനെ പിടിക്കാൻ നേരത്ത് വലിയ മീൻ ചാടിപ്പോവും. അതാണ് പല ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ വലിയ മീനെ തന്നെ ആദ്യം ടാർഗറ്റ് ചെയ്യണം. ഉടമ്പടിയിൽ വലിയ മീൻ എന്താ? ദ പ്രസൻസ് ഓഫ് ഗോഡ്, സാന്നിധ്യവും സംരക്ഷണവും. ഇപ്പോൾ ഈ ചേട്ടായിക്ക് എന്നാ സംഭവിച്ചത്? ബേബി കുര്യൻ എന്താ സംഭവിച്ചത്? സംരക്ഷണം പോയി ഇല്ലേ? കണ്ടവൻ്റെ അതുകൊണ്ട് വേറെ കൊലപാതകത്തിന് ഈ മനുഷ്യൻ ജയിലിൽ പോയി. നല്ലൊരു സംരക്ഷണം പോയെന്നർത്ഥം. അപ്പോൾ സംരക്ഷണം ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യാക്കോബിൻ്റെ പ്രാർത്ഥന തന്നെയാണ് മെച്ചം. എന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒറ്റയാണ്, എന്നെ സംരക്ഷിക്കണം ഈ യാത്രയിൽ. ഒന്ന് പറഞ്ഞേ,
എന്നെ സംരക്ഷിക്കണമേ. എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ ഉടമ്പടിയുടെ ദൈവമേ, എൻ്റെ ഉടമ്പടിയുടെ ദൈവമേ, എൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും സംരക്ഷിക്കണമേ ദൈവമേ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.